അപ്പം നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത്? 30 ലക്ഷമാ. 18 നാളെ 19ആണല്ലോ. അപ്പം എങ്ങനെ ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്കറിയില്ല. ഭഗവതിക്ക് എനിക്കറിയാവുന്ന ഇതേ ഉള്ളൂ. ഈ ധാരയല്ലാതെ കണ്ണിനീർ ഒഴിക്കാൻ പറ്റില്ലല്ലോ, അത് വിസർജ്യമല്ലേ. അപ്പം എനിക്കറിയാവുന്ന മഞ്ഞപ്പൊടിയും ചുണ്ണാമ്പും ഇതും കൂടി അമ്മയ്ക്ക് ധാര വരും. പിന്നെ എനിക്ക് കടമുണ്ടെന്ന് ലോകത്ത് അമ്മയ്ക്കും എനിക്കും മാത്രമേ അറിയുള്ളൂ. കാരണം പറഞ്ഞാൽ നമ്മൾ അപ്പോൾ പാളില്ലേ. എനിക്ക് 250 കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാവരോടും പറഞ്ഞു നിങ്ങൾക്കും കിട്ടും നിങ്ങൾക്കും കിട്ടും. അങ്ങനെ എല്ലാവരുടെ ഒരു കളക്ഷൻ ഏജൻ്റായി ഞാൻ മാറിയിട്ട് ഒരു ഇത് ചെയ്തു. എനിക്കൊരിക്കലും പാടില്ലാത്തതായിരുന്നു. അതൊന്നും നമുക്കറിയില്ലല്ലോ. കർക്കിടകത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട്, ഞാൻ അബദ്ധത്തിൽ പെടുമെന്ന് അന്ന് ആരും പറഞ്ഞുതരാല്ല. ഇന്നാണ് ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന ആദ്യം ഒരാളുടെ ജാതകം എടുത്ത് ആദ്യം നോക്കണം, ചൊവ്വയുണ്ടോ, നീ കൊടുങ്ങോടാ പൊന്നു മോനെ, ഞാൻ ഇപ്പൊ തന്നെ വഴി പറഞ്ഞു തരാം. കാരണം ഞാൻ അറിഞ്ഞത് 61ാം വയസ്സിലാണ് എൻ്റെ ജാതകത്തിൽ ഇങ്ങനെയൊരു ദോഷമുണ്ടെന്നൊക്കെ അറിഞ്ഞത്. കാരണം ഞാൻ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും ലേറ്റായിപ്പോയി. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഇപ്പം ഈ കടമൊക്കെ പറയുന്നത്. ഇപ്പം ഈ വീഡിയോസിൽ തന്നെ പറയുന്നത് എന്തിനാണെന്നറിയോ? ഇനി എനിക്ക് ആരുടെ സിമ്പതി ഒന്നും ആവശ്യമില്ല. കാരണം ആ കാലവും കഴിഞ്ഞു. എല്ലാ പ്രശ്നങ്ങളും അമ്മ തന്നെ അതിജീവിച്ച് ഏറ്റവും രാജകീയമായി ജീവിക്കാൻ എല്ലാം അമ്മ തന്നിട്ടുണ്ട്. അമ്മ തന്നതാ, ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. നമ്മളിങ്ങനെയല്ലേ വരുന്നത്. പോകുമ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ നമുക്ക് നിലനിൽപ്പുണ്ടായിരുന്നു, നിലനിൽക്കണമല്ലോ. ഞാനറിയാതെ കടക്കാരിയായി. അതെൻ്റെ 2 കുഞ്ഞുങ്ങളെയും എൻ്റെ ഭർത്താവിനെയായിരുന്നു ബാധിക്കുമല്ലോ. കാരണം എന്താ വെച്ചാൽ മേടിക്കണവർ വന്നിട്ട് എല്ലാവർക്കും ഞാൻ ഒപ്പിട്ട് കൊടുത്തതേ. എല്ലാവർക്കും ഞാൻ ഇങ്ങനെ കറക്റ്റ് ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ ഈ മാസം 18 ലക്ഷം, 18 ലക്ഷത്തിന് അടുത്ത മാസം 19 ലക്ഷം. കാരണം 18 ലക്ഷത്തിന് 90,000 പലിശ കൊടുക്കണം. ആകെ എൻ്റെ കയ്യിലുള്ളത് എൻ്റെ കുടുംബ സ്വത്ത് ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട്. ഇത് വച്ചിട്ടായിരുന്നു ഞാൻ എല്ലാവരോടും എരന്നത്. എൻ്റെ ഈ 10 സെൻറ്റ് സ്ഥലം 3 ലക്ഷം രൂപയൊക്കെ ഉണ്ട് അവിടെ. അതെടുത്താൽ 30 ലക്ഷം കിട്ടും. അപ്പൊ ഇങ്ങനെ അല്ല, ഇതായിരുന്നു. അപ്പൊ അന്ന് ഞാൻ പോകുമ്പോഴുള്ള എൻ്റെ അവസ്ഥ, ആദ്യമായി ഞാൻ മൂകാംബിക പോകുന്ന അവസ്ഥയാണിത്. അപ്പം നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത്? 30 ലക്ഷമാ. 18 നാളെ 19ആണല്ലോ. അപ്പം എങ്ങനെ ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്കറിയില്ല. ഭഗവതിക്ക് എനിക്കറിയാവുന്ന ഇതേ ഉള്ളൂ. ഈ ധാരയല്ലാതെ കണ്ണിനീർ ഒഴിക്കാൻ പറ്റില്ലല്ലോ, അത് വിസർജ്യമല്ലേ. അപ്പം എനിക്കറിയാവുന്ന മഞ്ഞപ്പൊടിയും ചുണ്ണാമ്പും ഇതും കൂടി അമ്മയ്ക്ക് ധാര വരും. പിന്നെ എനിക്ക് കടമുണ്ടെന്ന് ലോകത്ത് അമ്മയ്ക്കും എനിക്കും മാത്രമേ അറിയുള്ളൂ. കാരണം പറഞ്ഞാൽ നമ്മൾ അപ്പോൾ പാളില്ലേ. അങ്ങനെ ഇത് ധാരകോരി നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിറ്റേ വർഷം ഞാൻ പോകുന്നത് എൻ്റെ ഓൾട്ടോ കാറിലാണ്. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ ഓൾട്ടോ കാറിൽ. അപ്പോൾ ഭഗവതി തന്ന മാറ്റം നോക്ക്. എല്ലാം ഒരു ടീച്ചർക്ക് എന്ത് ശമ്പളം കിട്ടും? ഒരു ടീച്ചർക്ക് എന്ത് ശമ്പളം കിട്ടും? ഞാൻ പ്രൈമറി സ്കൂൾ ടീച്ചറായിരുന്നു. ആ ടീച്ചറുടെ ശമ്പളത്തിന് അപ്പുറത്ത് ലോട്ടറി ഒന്നും കിട്ടിയില്ല. കുറച്ച് LICകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സറണ്ടർ ചെയ്തു. കുറച്ച് പേരുടെ പലിശകളൊക്കെ നിർത്തി, എല്ലാവർക്കും മുതൽ കൊടുക്കാമെന്നാക്കി. അങ്ങനെ ഹസ്ബൻഡ് ബാങ്കിലായതുകൊണ്ട് അദ്ദേഹം ലോൺ എടുത്തു, ഞങ്ങൾ ലോണൊക്കെ എടുത്ത്. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, അതൊരു വലിയൊരു പറയാൻ കഴിയാത്തൊരു അനുഭൂതിയായിരുന്നു. പിന്നെ അതിൽ നിന്ന് അപ്പം നമുക്ക് കടം ഒന്നുമല്ല എന്നുള്ളൊരു അനുഭവം നമുക്ക് മറ്റുള്ളവർക്ക് പറയാനായി. കാരണം അമ്മയെ വിശ്വസിക്കാനൊരു കാരണവുമുണ്ട്. അത് ഈ ചോറ്റാനിക്കര കീഴ്ക്കാവിൽ മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ ചെല്ലുന്ന. എനിക്ക് മരിക്കുകയല്ലാതെ മറ്റു വഴിയില്ല. പക്ഷെ മരിച്ചാൽ പിള്ളേർ 2 ചെറിയ കുഞ്ഞുങ്ങൾ അനാഥരാകും. അപ്പോൾ 17 പേരുടെ ലിസ്റ്റ് എഴുതിയ കാർഡും കൊണ്ട് ഞാൻ ചോറ്റാനിക്കര കീഴ്ക്കാവിൽ നടക്കി നിൽക്കുക. അതിൽ 16 പേരും ഫേമസ് വ്യക്തികളാണ്. ആരെങ്കിലും എന്നെ സഹായിക്കട്ടെ. ആ 16 പേരുടെ പേര് എഴുതിയിട്ട് ഒന്നിൽ മാത്രം 17ാമത്തത് മാത്രം ഞാൻ എഴുതി. ഞാൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്നും എഴുതി. കാരണം അതും എഴുതണമല്ലോ. എന്നിട്ട് ഈ 17 എണ്ണവും ഞാൻ കീഴ്ക്കാവിലമ്മയുടെ ആ പറ നിറയ്ക്കുന്നിടത്തൊരു ഭരണാലുണ്ട്, അതിൻ്റെ അവിടെ ഇട്ടിട്ട് ഞാൻ അമ്മയായിട്ട് സംസാരിക്കും. എന്നെ വിളിച്ചൊക്കെ വരുത്തിയിരിക്കുന്നതാണ്. നമ്മൾ തമ്മിൽ വലിയ ബന്ധമാണ്. ഞാൻ അത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് സത്യമേ എന്നോട് പറയാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ എന്നോട് സത്യം പറഞ്ഞു. കാരണം എനിക്ക് അമ്മയോടല്ലേ ചോദിക്കാൻ പറ്റും, വേറെ ആരോടും ചോദിക്കാൻ പറ്റില്ല. എല്ലാവരോടും ചോദിച്ചൊക്കെ കഴിഞ്ഞു. ഇതിൽ ആരെന്നെ രക്ഷിക്കുമെന്ന് പറയുമെന്ന് പറഞ്ഞ് ഞാനത് അവിടെ ഇട്ടിട്ട് ഒരെണ്ണം എടുത്തു. ആ 17ാമത്തെ, അതായത് നീ ഒരിക്കലും രക്ഷപ്പെടില്ല. അമ്മ കാണിച്ചു തന്നതാ, ശരിയായിരുന്നു. പെട്ടെന്ന് ട്യൂബ് മിന്നി, പെട്ടെന്ന് എൻ്റെ ട്യൂബ് മിന്നി. എന്നെ രക്ഷിക്കാൻ എനിക്കല്ലേ കഴിയൂ. എന്നെ രക്ഷിക്കണമെങ്കിൽ ഞാനല്ലേ വരുത്തിയത്. അപ്പം എന്തുകൊണ്ട് നീ നിൻ്റെ പേരെഴുതിയില്ല?
ഞാൻ എൻ്റെ പേര് എഴുതിയില്ല. വളരെ പെട്ടെന്ന് എനിക്ക് സത്യത്തിൽ അപ്പം എനിക്ക് ശ്രീകോവിലിനകത്തേക്ക് കയറി അമ്മയൊന്നും കെട്ടിപ്പിടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കായിരുന്നു. അത്ര ആ ഒരു തിരിച്ചറിവ് എനിക്ക് തന്നതിന്. നീ എന്തുകൊണ്ട് നിൻ്റെ പേരെഴുതിയില്ല, നിനക്ക് ഞാനില്ലേ എന്ന് അമ്മ എന്നോട് ചോദിക്കുന്ന അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ പുറകോട്ട് പോയിട്ടില്ല. അപ്പം തോന്നി നേരെ ഹെഡ് ഓഫീസിൽ പോകാം, അവിടെ ചെന്ന് കുറച്ച് നേരം സ്വതന്ത്രമായിട്ട് ഇരിക്കാം. കീഴ്ക്കാവിലൊക്കെ ചെന്ന് ഈ ചോറ്റാനിക്കര ഈ തൃപ്പൂണിത്തുറയിലുള്ള ഞാൻ ചോറ്റാനിക്കര ചെന്ന് അത് കുറേ സമയം ഇരിക്കുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കില്ലേ, 20 വയസ്സ് 25 വയസ്സേ ഉള്ളൂ, അല്ലെങ്കിൽ 30 വയസ്സ് കൂടുതലില്ല. ആ സമയത്ത് നമ്മൾ രാവുമ്പോലൊക്കെ ചോറ്റാനിക്കര വന്നിരുന്ന ജനങ്ങൾ അതും ഇതും പറയില്ലേ. അപ്പം പിന്നെ നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ടാണ് പോയത്. അങ്ങനെ പോയി ഭഗവതി ആ പോകുന്നതൊരു ട്രാക്സ് വണ്ടിയിലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് വണ്ടി അറേഞ്ച് ചെയ്തിരുന്നു. ആ യാത്ര ജീവിതത്തിൽ ഏറ്റവും, കാരണം അപ്പോഴാണ് ആ വണ്ടിയിൽ എൻ്റെ സിസ്റ്ററും കുറച്ച് പേർക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഫുൾ നാമങ്ങൾ ചൊല്ലി അതൊരു ഭക്തി യാത്രയായിരുന്നു. അന്ന് തോന്നിയ ചെയ്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം, 7 കല്ലുകൾ ഇട്ടതും. പക്ഷേ അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ആ ശിലയിൽ എഴുതിയതും എല്ലാം 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 പിറ്റേ വർഷം ഞാൻ പിന്നെ എല്ലാ വർഷവും മുടങ്ങാതെ പോയിട്ടുണ്ട്. ഓരോ ആവശ്യങ്ങൾ അമ്മ നടത്തി തന്നിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. അപ്പം 98 ഇത് അത് അധികകാലമൊന്നും ആയിട്ടില്ല. കാരണം എനിക്ക് 90-ലാണ് കുട്ടികളുണ്ടാകുന്നത്. അതിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടായത്. അതിനൊക്കെ മുമ്പേ പ്രഡിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ മൂകാംബി ദേവി എന്ന് പറയുന്ന അമ്മ നമ്മൾക്ക് നമ്മുടെ ഹൃദയം തുറന്ന് സംസാരിക്കാനും നമ്മളെ കറക്റ്റ് ദിശയിലേക്ക് കൊണ്ടുപോകാനും അമ്മയ്ക്ക് കഴിയും. കാരണം അമ്മ ഒന്നും ചെയ്യല്ല, അമ്മ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിക്കും. നീ ഈ വഴി പോകൂ, ഇതാണ് നിൻ്റെ വഴി, നീ ഇന്നത് ചെയ്തു. അന്നാണ് എനിക്കിതിൻ്റെ അന്തസ്സത്തെ മുഴുവൻ മനസ്സിലാക്കിയതും കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തതും വിജയിച്ചതുമൊക്കെ. ഇപ്പോഴും എന്താണെന്നറിയില്ല, എൻ്റെ വീട്ടിലെ തൊഴുത്ത് ജ്യോതിഷാല ആക്കിയതും ഒക്കെ അങ്ങനെയാണ്. കാരണം ഞാൻ വെറുതെ പറഞ്ഞതെല്ലാം സത്യമായി ഭവിച്ചത് അമ്മയുടെ അനുഗ്രഹമല്ലേ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും. അപ്പം ഈ മൂകാംബിക ദേവിയെ നമ്മളുടെ പെറ്റമ്മയായിട്ട് കാണണം. എന്നാലാണ് ആ അമ്മയോട് അടുക്കണം, ഹൃദയം തുറന്ന്. എന്നും ഇപ്പോഴും നമ്മൾ ഇവിടെ വന്നിരുന്നിട്ടും ആദ്യം ഞാൻ അമ്മയുടെ നാമം ജപിച്ചിട്ടാണ്. അതാണ് ആ അമ്മയാണ് ഇന്ന് കൊണ്ടുപോകുന്നത്. ഈ അടുത്ത ദിവസം ഒരു ചെറിയ അനുഭവം കൂടെ പറയാം. 16 പവൻ്റെ സ്വർണം എൻ്റെ ട്രെയിനിൽ പോയി. AC-യിൽ വന്നത് മിസ്സായി ബാഗിൽ നിന്ന്. പക്ഷേ ഞാൻ അമ്മയോട് മാത്രം പറഞ്ഞു, എനിക്കിത് ആരോടും പറയില്ല. കാരണം പിറ്റേ ദിവസം എനിക്ക് കാനഡയ്ക്ക് റിട്ടേൺ പോകേണ്ടതാണ്. പക്ഷെ അത് കിട്ടി. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. അത് ഉരുക്കി, കള്ളനെ പിടിച്ചു ഉരുക്കി. പക്ഷെ നോക്ക്, ഞാൻ അമ്മയോട് പറഞ്ഞാൽ കിട്ടിയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല. കാരണം ഞാൻ അന്ന് തന്നെ കാനഡയ്ക്ക് പോയി. പിന്നെ 2 മാസം കഴിഞ്ഞ് വന്നെങ്കിലും ഇപ്പോൾ പോയിട്ടില്ല. കാരണം കേസ് ഇങ്ങനെ കയ്യിലേക്ക് സാധനം വന്നിട്ടില്ല. പക്ഷെ അതൊരു വലിയ അനുഭവമല്ലേ. അമ്മ, അതാ ഞാൻ പറഞ്ഞേ, അമ്മ എൻ്റെ സ്വർണം തന്നതല്ല കേട്ടോ. അത് ഞാൻ അപ്പോഴേ മറന്ന കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞു, ഇപ്പോൾ 2:30 മണിക്ക് ബാഗ് തുറന്ന് ഇത് കാണാഞ്ഞപ്പോൾ ഞാൻ ഭഗവതിയോട് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ അവർ ചോദിച്ചു എന്താ. ഞാൻ പറഞ്ഞു, ഇന്ന് ലൈറ്റ് ഇട്ടോട്ടെ, എൻ്റെ ബാഗിൽ ബാഗിൽ ഇതില്ല. നോക്ക്, ബാഗിൽ പാസ്പോർട്ടുണ്ട്, കുറേ രൂപകളുണ്ട്, 90,000 70,000 എങ്ങാണ്ട് രൂപ എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും എടുത്തില്ല കള്ളൻ, എൻ്റെ സ്വർണം മാത്രമേ എടുത്തുള്ളൂ. അപ്പം ഞാൻ ഓർത്തു, ഞാൻ ഭഗവതിയോട് അപ്പം തന്നെ പറഞ്ഞു, എന്നെ ഒന്നും ചെയ്തില്ലല്ലോ, ഞാനുണ്ടല്ലോ, എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. എപ്പോഴും ഞാൻ പിന്നെ വന്നു, കാലിന് ഹസ്ബൻഡിന് പ്രശ്നമുണ്ട്, ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ പോകാത്തല്ല. അത് അമ്മയോട് ഇങ്ങനെയൊക്കെ പറയും, ഞാൻ എന്നിട്ടേ വരുള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ വാക്ക് കൊടുത്താൽ അമ്മ തീർച്ചയായിട്ടും അമ്മ ചെയ്യും. എനിക്ക് ഭക്തരോട്, ഇത് കേൾക്കുന്നവരോടും കാണുന്നവരോടും പറയാനുള്ളത്, മൂകാംബി ദേവിയെ ഹൃദയത്തിലേക്ക് എടുക്കണം. അമ്മ നമുക്ക് കാര്യം സാധിച്ചാൽ ഉപകരണമല്ല. അമ്മ നമ്മുടെ പെറ്റമ്മ ഒരു മകൾക്ക് വേണ്ടി എന്തൊക്കെ അമ്മയ്ക്ക് ചെയ്യാൻ കഴിയുമോ ആ അമ്മ അത് ചെയ്തിരിക്കും. അമ്മയുടെ കീർത്തനങ്ങൾ, അമ്മയുടെ പ്രാർത്ഥനകൾ, അമ്മയെ എപ്പോഴും സ്തുതിക്കുക. ലളിതാംബികയാണ് അമ്മ കൊല്ലൂരെ മൂകാംബികയാണ്. അപ്പോൾ ആ അമ്മയെ ഓർക്കുക, ആ അമ്പലത്തിലെ ഓരോ നിമിഷങ്ങൾ ഓർക്കുക, അവിടുത്തെ ഓരോ മണൽ തരിയിലും. ഇപ്പം അമ്മയമ്മയെക്കാട്ട് മന പറഞ്ഞ പോലെ തന്നെ ഇവിടെ അങ്ങോട്ട് കടക്കുമ്പോൾ സൗവർണിക തൊട്ടിട്ട് ആ ഒരു രൂപവും ആ ഭാവവും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അമ്മയുടെ ഭക്തയായി തന്നെ ജീവിതം അങ്ങ് ആവട്ടെ. അത് ഭഗവതി അനുഗ്രഹിക്കട്ടെ. എന്തായാലും കേൾക്കുന്നവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ
ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.